തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല എന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ. ജനവിധി പഠിക്കാനും ഫലമാഴത്തിൽ പരിശോധിക്കാനും LDF യോഗം തീരുമാനിച്ചു. ഓരോ പാർട്ടികളും പ്രത്യേകം ചർച്ച ചെയ്ത് വിലയിരുത്തും. തോൽവിയുടെ കാരണം ഘടകകക്ഷികൾ പ്രത്യേകം പഠിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി ഉണ്ടായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച നിലയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി പരിശോധിക്കാനും തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനവിധി മാനിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി മുമ്പോട്ട് പോകും എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുനിലപാട്. വിശകലനങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അൺഫിലിറ്റ്, എന്തായാലും ഈ തോൽവി സമ്മതിക്കുകയാണ് LDF കൺവീനർ. പക്ഷേ തോൽവിയുടെ വിലയിരുത്തൽ ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്, അല്ലേ? അതിനൊരു പഠനശേഷം അതിന്റെ വിലയിരുത്തൽ പഠനശേഷം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ശ്രീജ, ഇടതുമുന്നണി യോഗം ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ ഒന്നും തന്നെ ഒരു പ്രാഥമിക വിലയിരുത്തലുകൾ പോലും ഉണ്ടായിട്ടില്ല. ഇതിന് കാരണമായി പറയുന്നത് ഓരോ ഘടകകക്ഷികളും, അതായത് ഓരോ പാർട്ടികളും പ്രത്യേകം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരാജയം അല്ലെങ്കിൽ തോൽവിയെ വിലയിരുത്തിയതിനു ശേഷം തോൽവിയെക്കുറിച്ച് പഠിക്കുക, വേണ്ട വിധത്തിൽ അതിനകത്ത് ആഴത്തിൽ തന്നെ ഓരോ പാർട്ടികളും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് പഠിക്കുക. അതിനുശേഷം ജനുവരി ആദ്യവാരത്തിൽ ഇടതുമുന്നണി യോഗം ചേർന്ന ശേഷം ഈ ഓരോ മുന്നണികൾ അല്ലെങ്കിൽ ഓരോ പാർട്ടികളും എന്ത് വിശകലനമാണ് നടത്തിയത് അതേക്കുറിച്ച് ഇടതുമുന്നണി യോഗം ജനുവരി ആദ്യവാരം ചേർന്ന് വിശദമായി തന്നെ വിലയിരുത്തുകയും അവലോകനം നടത്തുകയും ചെയ്യും. അതിനുശേഷം തിരുത്തലുകൾ വരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശമാണ് ഇന്ന് ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ചേരും. 28, 29 തീയതികളിൽ CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ചേരും. 28-ാം തീയതി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. CPM സംസ്ഥാന സമിതി യോഗം ഈ തെരഞ്ഞെടുപ്പിനെ ആഴത്തിൽ പഠിക്കുകയും വിശദമായി പഠിക്കുന്നു. വോട്ട് ശതമാന കണക്കുകൾ ഉൾപ്പെടെ എവിടെയൊക്കെയാണ് ഏത് രീതിയിലാണ് തോൽവി ഏറ്റുവാങ്ങിയത് അല്ലെങ്കിൽ തിരുത്തലുകൾ എവിടെയൊക്കെയാണ് വരുത്തേണ്ടത് അതടക്കം CPM സംസ്ഥാന സമിതി 2 ദിവസം യോഗം ചേർന്ന് ഇതേക്കുറിച്ച് വിശദമായി പഠിക്കും. അതേസമയങ്ങളിൽ അതേ കാലയളവിൽ തന്നെ മറ്റു ഘടകകക്ഷികളും മറ്റു പാർട്ടികളും അവരവരുടേതായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ ആഴത്തിൽ പഠിക്കുക. അതിനുശേഷം ജനുവരി ആദ്യവാരം യോഗം ചേർന്ന് വിശദമായി തന്നെ ഇടതുമുന്നണി യോഗം തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെക്കുറിച്ച് വിലയിരുത്തുകയും തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് ഇടതുമുന്നണി കൺവീനർ അറിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ, ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ബാധിച്ചിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല എന്നും അത്തരം ചർച്ചകളിലേക്കൊന്നും ഇടതുമുന്നണി കടന്നിട്ടില്ല എന്നുമാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഇടതുമുന്നണി യോഗത്തിൽ വെച്ചത്. അതായത് ആദ്യം ഓരോ ഘടകകക്ഷികളും പ്രത്യേകം യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് വിലയിരുത്തുക, പഠിക്കുക. അതിനുശേഷം മുന്നണി യോഗം ചേർന്ന് ഒരുമിച്ച് ആഴത്തിൽ വിലയിരുത്താമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി വെച്ചു. അതേ തീരുമാനം തന്നെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണി മുന്നണി മാറ്റം ഉണ്ടാകുമെന്നുള്ള ചർച്ചകളൊക്കെ വലിയ രീതിയിൽ അഭ്യൂഹങ്ങളും ചർച്ചകളും ഒക്കെ പരക്കുമ്പോൾ ആ സാധ്യതകൾ പൂർണ്ണമായും തള്ളുകയാണ് ജോസ് കെ മാണി. ഇടതുമുന്നണി തന്നെ ഉറച്ചു നിൽക്കുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിനോ ഇടതുമുന്നണിക്കോ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല എന്നും പാലയിലടക്കം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല എന്ന് കണക്കുകൾ നിരത്തിയാണ് ജോസ് കെ മാണി പറയുന്നത്. അത്തരത്തിലുള്ള വീരവാദങ്ങളൊക്കെ ജോസഫ് വിഭാഗത്തിന്റെ വീരവാദങ്ങൾ മാത്രമാണ്. പരുന്തിന് പുറത്തിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെന്നും ജോസ് കെ മാണി പരിഹസിക്കുകയും ചെയ്തു. അതായത് UDF-ലേക്ക് പോകുമെന്നുള്ള എല്ലാ ചർച്ചകളും സാധ്യതകളും ജോസ് കെ മാണി തള്ളി രംഗത്ത് വരികയും ചെയ്തു. ശ്രീജ, ശരി അൻഫിൽട്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ വിലയിരുത്തൽ എന്തായാലും ഇടതുമുന്നണി യോഗത്തിൽ ഇന്നുണ്ടായില്ല. ഓരോ ഘടകകക്ഷികളും പ്രത്യേകം തോൽവി പഠിച്ച ശേഷം ജനുവരി ആദ്യവാരം മുന്നണി യോഗം ചേർന്ന് വിശകലനം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൺഫിലിറ്റ് ഡിസൂസ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF മുന്നണി വിപുലീകരണ ചർച്ചകൾ തുടങ്ങി. CPI-യെ UDF കൺവീനർ അടൂർ പ്രകാശ് മുന്നണിയിലേക്ക് ക്ഷണിച്ചു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും വരാമെന്ന് അടൂർ പ്രകാശ് ഡൽഹിയിൽ പറഞ്ഞു. മുന്നണി വിപുലീകരണ ചർച്ചകൾക്കായി 22-ാം തീയതി കൊച്ചിയിൽ UDF നേതൃയോഗം ചേരും. അതേസമയം വെൽഫെയർ പാർട്ടിയുമായി ചർച്ചയില്ല എന്ന് കൺവീനർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളുടെ കണക്കിൽ 80 മണ്ഡലങ്ങളിൽ UDF-ന് മുൻതൂക്കമുണ്ട്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ LDF നില മെച്ചപ്പെടുത്തിയ സാഹചര്യത്തിൽ മുന്നണി വിപുലീകരിക്കുകയാണ് UDF ലക്ഷ്യം. കേരള കോൺഗ്രസ് CPI പാർട്ടികളെ ലക്ഷ്യമിട്ടാണ് UDF-ന്റെ നീക്കങ്ങൾ അത്രയും.
തൽക്കാലം മുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം ആവർത്തിക്കുന്നുണ്ടെങ്കിലും ആ പാർട്ടിക്കുള്ളിലെ അസംതൃപ്തരെ കൂടെ കൂട്ടുകയാണ് UDF ലക്ഷ്യം. CPIക്കും മുന്നണിയിലേക്ക് ക്ഷണമുണ്ട്. CPIയിലെ ഒരു കുറേ ആളുകൾ അവർ പുനർചിന്തനം നടത്തി പലയിടങ്ങളിലും ഞങ്ങളോടൊപ്പം കടന്നു വരാനുള്ള അവസരം അവർ ഒരുക്കി. ആ ഒരുക്കിയതനുസരിച്ച് പലയിടങ്ങളിലും പല പഞ്ചായത്തുകളും തിരിച്ചു പിടിക്കുവാനുള്ള അവസരവും മറ്റും ഉണ്ടാക്കിയെടുക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരെ നേരത്തെ തന്നെ സ്വാഗതം ചെയ്താണ് KPCCയിൽ തന്നെ. മുന്നണി വിപുലീകരണ ചർച്ചകൾക്കായി 22-ാം തീയതി കൊച്ചിയിൽ UDF നേതൃയോഗം ചേരും. കൂട്ടായ തീരുമാനമെടുക്കുമെന്ന് അടൂർ പ്രകാശ് അറിയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പ് പ്രധാന ഘടകമാണ്. നിലവിൽ UDFുമായി സഹകരിക്കുന്ന PV അൻവറിന്റെ കാര്യത്തിലും 22-ന് തീരുമാനമുണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ പൊതുധാരണയുണ്ടാകും. ജയസാധ്യതകൾക്കനുസരിച്ച് വിട്ടുവീഴ്ചയുണ്ടാകുമെന്ന് UDF കൺവീനർ ഡൽഹിയിൽ പറഞ്ഞു. ഏതായാലും അധികാരത്തിലെത്താൻ വലിയ നീക്കങ്ങൾക്കാണ് UDF തുടക്കം കുറിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CPM-നെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഭരണവിരുദ്ധ വികാരമില്ല എന്ന അഭിപ്രായവുമായി CPM മുന്നോട്ട് പോകുന്നത് നല്ലതാണ്, ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് അവർ പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി വനവാസത്തിന് പോകുമെന്നും ചെന്നിത്തല പരിഹസിച്ചു. തൃശൂരിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. CPM-ന് അങ്ങനെ അഭിപ്രായമുള്ളത് നല്ലതാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള നിലയിൽ അവരങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. നാട്ടിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. അല്ലാണ്ട് അവരുടെ തെറ്റുകൊണ്ടല്ല, ശബരിമല കാര്യങ്ങൾ കൊണ്ട് കൊള്ള കൊണ്ടല്ല, ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് CPM-ൻ്റെ ഭാഷ്യം. അതൊരു വിധത്തിൽ ഞങ്ങൾക്ക് നല്ലതാണ്. അത് കുറച്ചുകൂടെ തിരിച്ചടി അവർക്ക് കിട്ടാൻ സഹായകമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നാഷണൽ ഹെറാൾഡ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി. ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി ഇടപെടാൻ വിസമ്മതിച്ചു. സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കുറ്റപത്രം നിലനിൽക്കില്ല എന്നും കോടതി പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി വീണ്ടും അന്വേഷണം നടത്താൻ നിർദ്ദേശമുണ്ട്. കോടതി നടപടി നെഹ്റു കുടുംബത്തിന് താൽക്കാലിക ആശ്വാസമാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത്. 5000 കോടിയുടെ തട്ടിപ്പെന്നായിരുന്നു കുറ്റപത്രത്തിൽ EDയുടെ ആരോപണം. കുറ്റപത്രത്തിൽ ഇടപെടാൻ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി വിസമ്മതിച്ചു. കേസിൽ FIR എടുത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി സ്വകാര്യ അന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം എന്നും വ്യക്തമാക്കി. BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമിയായിരുന്നു പരാതിക്കാരൻ. FIRന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസ് എടുക്കാനാകൂ. അത്തരമൊരു FIR ഇല്ല എന്ന സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് പ്രത്യേക കോടതിയുടെ നടപടി. കേസിൽ സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാണ്. സാം പിത്രോഡ, ഓസ്കാർ ഫെർണാണ്ടസ്, മോത്തിലാൽ വോറ, സുമൻ ദുബൈ എന്നിവരാണ് മറ്റു പ്രതികൾ. യങ് ഇന്ത്യ കമ്പനി അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡിന്റെ 90 കോടിയിലധികം രൂപയുടെ കടം 50 ലക്ഷം രൂപയുടെ നാമമാത്ര തുകയ്ക്ക് ഏറ്റെടുത്തു എന്നാണ് കേസ്. അതേസമയം നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് കമ്പനി ഏറ്റെടുത്തതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നാരോപിച്ചായിരുന്നു കേസ്. ഡൽഹി പോലീസിന്റെ ഈ FIRൽ EDക്ക് തുടർ നടപടിയാകാം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി നടപടി കോൺഗ്രസിന് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടനയും പേരും മാറ്റുന്ന ബില്ല് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് അനുമതി. ബില്ല് സഭയിൽ വെച്ചു. സാധാരണ ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നതാണ് ബില്ലെന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ ലോക്സഭയിൽ പറഞ്ഞു. ബില്ലിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. പേര് മാറ്റുന്നത് രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്നതിന് തുല്യം എന്ന് പ്രതിപക്ഷം പറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് ഭേദഗതി ബില്ലെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥകളെന്ന് ശശി തരൂർ MP പറഞ്ഞു. മഹാത്മാഗാന്ധി തന്റെ കുടുംബത്തിന്റെ മാത്രം സ്വത്തല്ലെന്നും രാജ്യത്തിന്റെ സ്വത്താണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ज्यादातर प्रदेशों में अब 60% आएगा, इसको घटाया गया है. ओके सर, इससे प्रदेशों की अर्थव्यवस्था पर बहुत भार होगी और खास तौर से ये वे प्रदेश जिनकी अर्थव्यवस्था पहले से ही केंद्र की ओर से GST के बकाये के इंतजार में है. ओके माननीय अध्यक्ष महोदय, हमारी केंद्र सरकार इस पर 95
1000 करोड़ रुपए से ज्यादा की राशि अभी खर्च करने का काम करेगी। और हमने ये भी तय किया है, माननीय अध्यक्ष महोदय, ये गरीबों के कल्याण के लिए कई बार बजट का असामान्य वितरण होता है, समान वितरण नहीं होता। कई पंचायतें विकास में पीछे रह जाती है और इसलिए इसमें पंचायत का ग्रेडेशन करके जो अविकसित पंचायत है, कम विकसित पंचायत है, उनको ज्यादा काम देने का प्रावधान भी किया है। माननीय अध्यक्ष महोदय, मैं ये मानता हूँ कि ये जो नया बिल हम लेके आ रहे हैं। കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടനയും പേരും മാറ്റുന്ന ബില്ല് ശിവരാജ് സിംഗ് ചൗഹാൻ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങൾ പുറകുവശത്ത് നമ്മൾ കേൾക്കുകയാണ്. അതായത് ശക്തമായ ഭാഷയിൽ തന്നെ പ്രതിപക്ഷം എതിർക്കുന്നു. അതിൽ അവർ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഗാന്ധിജിയുടെ പേര് മാറ്റുന്നതും ഒപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് മേൽ വരുന്ന അധിക ബാധ്യതയുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് ലോക്സഭയിൽ സംഭവിച്ചത്? ഷീജ, ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതിയാണ് സാധാരണഗതിയിൽ ആദ്യം തേടുന്നത്. ബില്ല് അവതരിപ്പിക്കാൻ അനുമതി തേടിയ സമയത്ത് തന്നെ NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എംപിമാർ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. പ്രിയങ്ക ഗാന്ധി അടക്കം രംഗത്ത് വരുന്നു. ശശി തരൂർ ഒരു സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയതാണ്. പക്ഷേ ശശി തരൂർ അടക്കം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പേര് മാറ്റുന്നത് കൊണ്ടല്ല കാര്യം എന്നുള്ളത് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഫെഡറൽ സംവിധാനത്തിൽ മേലുള്ള കടന്നുകയറ്റമായി അത് വിലയിരുത്തപ്പെടും. മാത്രമല്ല ഇതിൽ പ്രധാനമായും പ്രതിപക്ഷം ആരോപിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരും എന്നുള്ളതാണ്. 40%, നേരത്തെ ഈ 100%, ഇതിന്റെ മുഴുവൻ പൈസയും കേന്ദ്ര സർക്കാരാണ് വേതനം നൽകിയിരുന്നത്. അതിപ്പോൾ മാറി 40% സംസ്ഥാനങ്ങളും 60% കേന്ദ്രവും എന്ന് വരുന്നത് നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ചെറിയ സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ രൂക്ഷമായി വലിയ തരത്തിൽ ബാധിക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ എംപിമാർ വ്യക്തമാക്കിയത്. പക്ഷേ അതിന് മറുപടിയായി തന്നെ കേന്ദ്രമന്ത്രി പറഞ്ഞത് ഈ പേര് മാറ്റുന്നത് ഏത് തരത്തിലാണ്, മഹാത്മാഗാന്ധി കണ്ടതാണ് രാമരാജ്യം എന്ന് പറയുന്ന സ്വപ്നം, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ബില്ല് മുന്നോട്ട് വെക്കുന്നത്. 125 ദിവസം തൊഴിൽ ഉറപ്പാക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ 100 ദിവസമാണ്, അത് 125 ദിവസമായി വർദ്ധിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾ കൂടി വരുന്നു എന്നത് മാത്രമാണ് ഈ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല കേന്ദ്രത്തിന് പൂർണ്ണമായും അധികാരം, നിയന്ത്രണം ഈ പദ്ധതിയിലാകെ തന്നെ വരുന്നു. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ ആകെ തന്നെ അട്ടിമറിക്ക് നീക്കമാണ്. ഒപ്പം തന്നെ ഗ്രാമസഭകളുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്ന നീക്കമാണ്. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അതൊരു പേരിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയത്. ഏതായാലും പ്രതിപക്ഷ എതിർപ്പുകൾ മറികടന്നുകൊണ്ട് തന്നെ ഈ ബില്ല് അവതരിപ്പിക്കാൻ അനുമതി നൽകുകയും ബില്ല് ഇപ്പോൾ സഭയുടെ മേശപ്പുറത്ത് വെക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഈ ബില്ല് അവതരിപ്പിക്കുന്ന തരത്തിലല്ല, ബില്ല് ഏതായാലും സഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മണിവരെ ലോക്സഭ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുശേഷം സഭ ചേരുമ്പോൾ സ്വാഭാവികമായി വീണ്ടും പ്രതിഷേധമുണ്ടാവും. ഇപ്പോൾ തന്നെ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പാർലമെന്റ് പുറത്തും വലിയ പ്രതിഷേധം ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിലൊക്കെ കണ്ടു. ഏതായാലും ശക്തമായ പ്രതിഷേധവുമായി വിഷയത്തിൽ മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടനയും പേരും മാറ്റുന്ന ബില്ല് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് അനുമതി. ബില്ല് സഭയിൽ വെച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്തുണ്ട്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു കെ പ്രശാന്ത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒയെ വീണ്ടും ചോദ്യം ചെയ്തു. ഇന്നലെയാണ് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തത്. കേസിൽ 2 ജീവനക്കാരെയും SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചു. PS പ്രശാന്തിന്റെയും അദ്ദേഹം പ്രസിഡന്റായിരുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെയും മൊഴിയെടുക്കാനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. സ്ഥാപനത്തിലെ 2 ജീവനക്കാരെയും SIT ചോദ്യം ചെയ്തു. ജീവനക്കാരെ വിട്ടയച്ചെങ്കിലും ഇനിയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമെന്നാണ് വിവരം. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബുവും കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കസ്റ്റഡിയിൽ തുടരുമ്പോഴാണ് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തത് എന്നതും നിർണായകമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴിയും അന്വേഷണ സംഘം എടുക്കും. പ്രശാന്ത് പ്രസിഡന്റായിരുന്ന സമയത്തെ ബോർഡ് അംഗങ്ങളുടെയും മൊഴിയെടുക്കും. ദ്വാരപാലക ശില്പങ്ങൾ 2024 സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും SIT ചോദിച്ചറിയുക. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നിലവിൽ PS പ്രശാന്തിന്റെ കാലത്തെ സ്വർണം പൂശൽ SITയുടെ അന്വേഷണ പരിധിയിലില്ല. പത്മകുമാറിന്റെ കാലത്തെ ബോർഡംഗങ്ങളെ ഈ ആഴ്ച വീണ്ടും മൊഴിയെടുക്കാൻ SIT വിളിപ്പിക്കും. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമെന്നായിരുന്നു തന്ത്രിയുടെ മൊഴി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് വീണ്ടും നീട്ടി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. അതേസമയം ദ്വാരപാലക കേസിൽ പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കണ്ടെത്താൻ കഴിയാത്തവരുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തന്യു ഖേൽക്കർ അറിയിച്ചു. 25 ലക്ഷം എന്യൂമറേഷൻ ഫോമുകളാണ് തിരിച്ചു കിട്ടാനുള്ളത്. 23-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. മരിച്ചവരും വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുള്ളവരും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിലുള്ള 25 ലക്ഷം ആളുകളുടെ പേരുവിവരങ്ങളാണ് പുറത്തുവിടുക. ജില്ലാടിസ്ഥാനത്തിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇതോടെ ഓരോ വാർഡിലെയും പട്ടിക പരിശോധിക്കാനാകും. തിരിച്ചറിയൽ കാർഡിലെ എപ്പിക് നമ്പർ, പേര്, ബന്ധുവിന്റെ പേര്, എന്യൂമറേഷൻ ഫോം തിരിച്ചു കിട്ടാത്തതിന്റെ കാരണം എന്നിവ ഉൾപ്പെടുന്നതാണ് പട്ടിക. പട്ടിക സംബന്ധിച്ചുള്ള പരാതി സ്വീകരിക്കാൻ സൗകര്യമൊരുക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ഡലമടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും പട്ടിക ലഭ്യമാക്കും. എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകാനുള്ള സമയം 18-ന് തീരും. 23-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കരട് പട്ടികയെപ്പറ്റി പരാതികൾ നൽകാനുള്ള സമയം ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെയാണ്. ഹിയറിംഗ് ഫെബ്രുവരി 14 വരെയും. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. പുതിയ വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ പേര് ചേർക്കാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പശ്ചിമബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. പ്രതിഷേധങ്ങൾക്കിടെയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. 58 ലക്ഷത്തിലധികം പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. 92.41% ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്തതായി കമ്മീഷൻ അറിയിച്ചു. കരട് പട്ടികയിൽ പരാതികളുണ്ടെങ്കിൽ ജനുവരി 7 വരെ നൽകാനാകും. 7,08,00,000 വോട്ടർമാരാണ് നിലവിൽ ബംഗാളിലുള്ളത്. 90,000-ലധികം BLOമാരാണ് ബംഗാളിൽ SIRന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. BLOമാരുടെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാന സർക്കാർ വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് നടത്തിയിരുന്നു. സംവിധായകനും മുൻ MLAയുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ചലച്ചിത്ര അക്കാദമിക്ക് പോലീസ് നോട്ടീസ് നൽകും. തനിക്കുണ്ടായ ദുരനുഭവം അക്കാദമി ഭാരവാഹികളെ അറിയിച്ചിരുന്നുവെന്ന് ചലച്ചിത്ര പ്രവർത്തക മൊഴി നൽകിയിട്ടുണ്ട്. ജൂറിയുടെ വിശദാംശങ്ങൾ, ഹോട്ടൽ ബുക്കിംഗ് വിവരങ്ങൾ എന്നിവയും ആവശ്യപ്പെടും. കഴിഞ്ഞ മാസം 6-ന് ഹോട്ടലിൽ വെച്ച് കുഞ്ഞുമുഹമ്മദ് മുറിയിലേക്ക് വിളിച്ച് മോശമായി പെരുമാറിയെന്നാണ് പരാതി. തുടർന്ന് അക്കാദമി ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും പരാതിക്കാരി പോലീസിനോട് പറഞ്ഞു. എന്നാൽ അക്കാദമി എന്ത് നടപടി എടുത്തു എന്ന് വ്യക്തമല്ല. ഈ സാഹചര്യത്തിലാണ് അക്കാദമിക്ക് പോലീസ് നോട്ടീസ് നൽകിയത്. ഇന്നലെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. അതിജീവിതയുടെ പരാതിയിൽ സന്ദീപ് വാര്യർ അടക്കം 6 പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പ്രതിഷേധങ്ങൾക്കിടെ 4 ചിത്രങ്ങൾ IFFKയിൽ പ്രദർശിപ്പിക്കാൻ അനുമതി. സ്പാനിഷ് ചിത്രമായ ബീഫ്, പലസ്തീനിയൻ പാക്കേജിലെ ഒരു ചിത്രം ഉൾപ്പെടെയാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. ബാക്കി 15 ചിത്രങ്ങൾക്ക് ഉടൻ അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. 29 എഡിഷൻ ഇല്ലാത്ത ഒരു പ്രശ്നമാണ്. IFFK ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. 187 സിനിമയുടെ അപേക്ഷയാണ് കേന്ദ്രത്തിന് നൽകിയത്. 154 എണ്ണത്തിന് ആദ്യം അനുമതി തന്നു. പിന്നീട് 4 എണ്ണത്തിന് കൂടി തന്നു. 19 എണ്ണത്തിന് ഇനി അനുമതി ലഭിക്കണം. കേന്ദ്ര സർക്കാർ ആരെയോ ഭയപ്പെടുന്നുവെന്നും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് വളരെ ബോധപൂർവമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സെൻസർ എക്സെപ്ഷൻ വേണ്ട സിനിമകൾ ഏതെല്ലാമാണ് നിശ്ചയിച്ചിട്ട് ആ എക്സെപ്ഷൻ വേണ്ട സിനിമകൾ INBക്ക് നമ്മൾ സാധാരണ കൊടുക്കും. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. 97,074 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഡിസംബർ അവസാന വാരത്തോടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. കാനനപാതയിലൂടെയും മുൻ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുന്നുണ്ട്. 2 ദിവസം തിരക്കൊഴിഞ്ഞെങ്കിലും ശബരിമല സന്നിധാനം വീണ്ടും ഭക്തരാൽ നിറഞ്ഞു. തിങ്കളാഴ്ച മുതൽ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. 97,074 ഭക്തർ ഇന്നലെ ദർശനം നടത്തി.
തിരക്കുണ്ടെങ്കിലും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥയില്ലെന്ന് ഭക്തർ പ്രതികരിച്ചു. വലിയ കുഴപ്പമില്ലാതെ തിരക്ക് 2 മണിക്കൂർ കഴിഞ്ഞു. കാനനപാത വഴിയെത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. പുല്ലുമേട് വഴിയാണ് കൂടുതലും തീർത്ഥാടകർ എത്തുന്നത്. പുൽമേട് വഴിയാ വന്നോ? വരുന്നുണ്ട്. യെസ്റ്റർഡേ മോർണിംഗ് 7 o'clock സ്റ്റാർട്ടഡ്. റിട്ടേൺ വരത്തുക്ക് ഇങ്ങ 5 o'clock ആയിடுச்சு. ഡിസംബർ അവസാന വാരത്തോടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചു. അമൃത ന്യൂസ്, സന്നിധാനം. സ്വർണ്ണവിലയിൽ ഇന്ന് വൻ ഇടിവ്. പവന് 1120 രൂപ കുറഞ്ഞ് 98,160 രൂപയിലെത്തി. ഗ്രാമിന് 140 രൂപ കുറഞ്ഞ് 12,270 രൂപയുമായി. കഴിഞ്ഞ ദിവസം പവൻ വില 99,280 രൂപ എന്ന സർവ്വകാല റെക്കോർഡിലെത്തിയിരുന്നു. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ വളരെ കുറഞ്ഞിട്ടും സ്വർണ്ണവില കൂടുന്നതിന് പകരം കുറയുകയായിരുന്നു. രാജ്യാന്തര വിപണിയിലെ വിൽപ്പന സമ്മർദ്ദമാണ് വില കുറയാൻ കാരണം. അതേസമയം രൂപ ഡോളറിനെതിരെ 6 പൈസ താഴ്ന്ന് 9 രൂപ 79 പൈസ എന്ന നിലയിലെത്തി. 90 രൂപ 79 പൈസ എന്ന നിലയിലെത്തി. IPL 2026 സീസണിന് മുന്നോടിയായുള്ള താരലേലം ഇന്ന് അബുദാബി ഇത്തിഹാദ് അരീനയിൽ ഉച്ചയ്ക്ക് 2:30 ലേല നടപടികൾ തുടങ്ങും. ആകെ 359 കളിക്കാരാണ് ലേലപ്പട്ടികയിലുള്ളത്. അതിൽ 246 ഇന്ത്യക്കാരും 113 വിദേശികളുമുണ്ട്. രജിസ്റ്റർ ചെയ്ത 1390 കളിക്കാരിൽ നിന്നാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത്. 10 ടീമുകൾക്ക് 77 താരങ്ങളെ ലേലം വിളിച്ചെടുക്കാം. ആകെ ചെലവിടാൻ സാധിക്കുന്ന തുക 237,55 ലക്ഷം രൂപയാണ്. 64 കോടി 30 ലക്ഷം രൂപ കൈവശമുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആവും ലേലത്തിൽ ആധിപത്യം പുലർത്തുക. 43 കോടി 40 ലക്ഷം രൂപയുള്ള ചെന്നൈ സൂപ്പർ കിങ്സിനും ഏറെ സാധ്യതകളുണ്ട്. 2 കോടി 75 ലക്ഷം മാത്രം അവശേഷിക്കുന്ന മുംബൈ ഇന്ത്യൻസിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറാത്ത കളിക്കാരെ അടിസ്ഥാന വിലയ്ക്ക് ടീമിലെത്തിക്കാൻ ഉള്ള ശ്രമമായിരിക്കും അവർ നടത്തുക. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.